5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് താത്വിക അവലോകനം. സ്വാഭാവികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ മത്സരം കഴിഞ്ഞാൽ അവർ പോളിറ്റ് ബ്യൂറോ, ജനറൽ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, സെക്രട്ടേറിയറ്റ് തൊട്ട് ബ്രാഞ്ച് വരെയുള്ള കമ്മിറ്റി, അത് CPI, RSP, അങ്ങനെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും താത്വികമായ അവലോകനങ്ങൾ നടത്തും. നമുക്കൊരു താത്വിക അവലോകനം നടത്തിയാൽ എന്താണ് അവിടെ സംഭവിച്ചത്? കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വോട്ട് കൂടുതൽ ആര് പിടിച്ചിട്ടുണ്ട്? കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ സ്വരാജിന് വോട്ട് പിടിച്ചു. എങ്ങനെ? കഴിഞ്ഞ പ്രാവശ്യം സ്വതന്ത്രൻ നിന്നു. അപ്പോൾ സ്വതന്ത്രനിൽ നിന്ന് അൻവർ സ്വതന്ത്രനായിട്ട് നിന്ന് സ്വരാജ് നിന്നിരുന്നുവെങ്കിൽ അൻവർ കുറേ വോട്ട് പിടിക്കുമ്പോൾ സ്വരാജ് കൂടുതൽ വോട്ട് പിടിക്കുമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സ്വരാജ് നിന്നതായിട്ടും അങ്ങനെ നിന്നിരുന്നുവെങ്കിൽ കൂടുതൽ വോട്ട് പിടിക്കുന്നതായിട്ടും നമ്മളൊന്ന് കണക്കൂട്ടി നോക്കിയ സഖാവേ, അത് ശരിയാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം സ്വതന്ത്രനായിട്ട് അൻവർ അല്ല നിന്നതെങ്കിൽ ഈ വോട്ട് നമുക്ക് കിട്ടുമായിരുന്നല്ലോ. അൻവറിന് പകരം കഴിഞ്ഞ പ്രാവശ്യം സ്വരാജാണ് നിന്നിരുന്നെങ്കിൽ, അല്ലെ മറ്റൊരാൾ നിന്നിരുന്നെങ്കിൽ ഈ വോട്ട് മൊത്തം നമ്മളതാവുമായിരുന്നു. 2 പ്രാവശ്യവും നമ്മൾ തിരഞ്ഞെടുപ്പിൽ ജയിക്കുമായിരുന്നു. അപ്പോൾ അത് നമ്മളെ മണ്ഡലമായിരുന്നില്ലേ? ശരിയാണ്, താത്വികമായി ശരിയാണ്. അപ്പോഴാണ് മറ്റൊരു സഖാവിന് സംസാരിച്ചത് അതങ്ങനെ ശരിയാവും. കഴിഞ്ഞ 2 പ്രാവശ്യമല്ലേ അങ്ങനെയാണെങ്കിലും അൻവർ കൊണ്ടുപോകും. അതിന് മുമ്പേ നമ്മുടെ മണ്ഡലമല്ലല്ലോ. അപ്പോൾ വീണ്ടും അതെന്തിനാ അങ്ങനെ പറയുന്നത്? കുഞ്ഞാലിയുടെ കാലത്ത് നമ്മളെ മണ്ഡലമായിരുന്നല്ലോ. വീണ്ടും അവലോകനക്കാരഴിച്ചു. അതിനെന്തിനാണ് നമ്മൾ മണ്ഡലങ്ങളെ, പഞ്ചായത്തുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ചത്? ചാലിയാർ പഞ്ചായത്തോടടുത്ത് കൊണ്ടുകൊടുത്തു, പല പഞ്ചായത്തുകൾ വണ്ടൂർ നിയോജകമണ്ഡലത്തിൽ കൊണ്ടുകൊടുത്തു, പിന്നെ ഏറനാടിൽ കൊണ്ടുകൊടുത്തു. പല പഞ്ചായത്തുകളെയും, പല UDF പഞ്ചായത്തുകളെയും നമ്മൾ പലയിടത്ത് കൊണ്ടുകൊടുത്തത് കൊണ്ടല്ലേ സഖാവേ നമ്മൾ കൂടുതൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചത്. അപ്പോൾ പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? SDP-ക്ക് അവിടെ കുറച്ച് വോട്ട് കുറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം. ആ SDP-യുടെ ആ വോട്ട് എവിടെ പോയി? 1206 വോട്ട് എവിടെ പോയി? അത് പങ്കുവെച്ചെടുത്ത് കാണും. ചിലപ്പോൾ പങ്കുവയ്ക്കാൻ സാധ്യതയില്ല. പിണറായിയുടെ ഒരു സോഫ്റ്റ് കോർണറൊക്കെ കൊണ്ടല്ലേ നമ്മുടെ സഖാവിൻ്റെ കാരണഭൂതൻ്റെ ഒരു സോഫ്റ്റ് കോർണറുണ്ട്, നമുക്ക് തന്നെ കിട്ടിക്കാണും. വീണ്ടും താത്വിക ചർച്ച ഇങ്ങനെ നീങ്ങുന്നു. അപ്പോഴാണ് അടുത്തൊരാളിൻ്റെ സംശയം. നോട്ട കഴിഞ്ഞ പ്രാവശ്യം 507 പിടിച്ചു, ഇപ്രാവശ്യം 630 പിടിച്ചിരിക്കുന്നു. 121 അല്ല, അതെ 123 വോട്ട് കുറച്ചാണ് പിടിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്? അപ്പം നോട്ടയിൽ എന്നാലും ഒരു 507 വോട്ട് കിടപ്പുണ്ട്. ആ വോട്ട് നമുക്ക് കിട്ടാമായിരുന്നല്ലോ. BJP ഒരു 53 വോട്ട് കൂടുതൽ പിടിച്ചു. അപ്പോൾ BJPയുടെ ഒരു അവലോകനം നോക്കിയാൽ BJP കൂടുതൽ വോട്ട് പിടിച്ചു. പക്ഷേ അപ്പോൾ ഒരു ചോദ്യമുണ്ട്. ന്യൂജൻ കുട്ടികളായിട്ടുള്ള ഒരുപാട് പേരെ BJP ചേർത്ത് കാണുകയില്ലേ, പുതിയ വോട്ടർമാർ? അപ്പോൾ BJPയുടെ പുതിയ വോട്ട് എവിടെ? ഇനി മുനമ്പം കേസ് വന്നതോടുകൂടി വക്കഫ് നിയമം കൊണ്ടുവന്നതിന് പകരം കുറേ വോട്ടുകൾ BJPക്ക് കിട്ടേണ്ടതല്ലേ? അപ്പോൾ അത് കിട്ടിയിട്ടില്ലോ. താത്വിക അവലോകനത്തിൽ നമ്മളവിടെ വിജയിച്ചില്ലേ? രാജീവ് ചന്ദ്രശേഖർ വന്ന് വികസിത നിലമ്പൂർ എന്ന് പറഞ്ഞാൽ ഒരുപാട് വോട്ട് കിട്ടുമെന്ന് BJP ധരിച്ചു. സുരേഷ് ഗോപി വന്ന് നമ്മളിങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞു. അവസാനം എന്തെങ്കിലും വോട്ട് എടുക്കാൻ പറ്റിയോ? ഇങ്ങനെ പോവുകയാണ്. ഇനി ആര്യാടൻ മുഹമ്മദിൻ്റെ കഥ എടുക്കുമ്പോൾ ലീഗ് അവിടെ ഇറങ്ങാതിരുന്നിരുമെങ്കിൽ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി നമ്മളെ ചതിച്ചല്ലോ. ഇങ്ങനെ അവസാന നിമിഷത്തിൽ ഒരു കോൺഗ്രസ് കാൻഡിഡേറ്റിന് വേണ്ടി ഇത്രമാത്രം അധ്വാനം ചെയ്യേണ്ടിയിരുന്നോ? എന്തൊക്കെയാണ് നിലമ്പൂരിൽ നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ? അതിനിടയിൽ കൂടി അൻവറിനെ UDF എടുത്തിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തല പറയുന്ന പോലെ ഒരു 30,000 വോട്ട് കിട്ടുമായിരുന്നില്ലേ? അൻവർ പുറത്തായെങ്കിലും, പിണറായി എന്നൊക്കെ പറഞ്ഞ് പുറത്തായെങ്കിലും ഒന്നും നയത്തിൽ അൻവറിനെ മത്സരിപ്പിക്കാതെ 4 കേസെല്ലാം ചുമത്തി, പ്രത്യേകിച്ച് ADGP-യൊക്കെ അടുത്ത് കൂടെ ഉള്ളത് കൊണ്ട്, അൻവറിൻ്റെ എതിരാളിയായ ADGP-യൊക്കെ കയ്യിലുള്ളത് കൊണ്ട് നമുക്കൊരു 4 കേസൊക്കെ അങ്ങ് ഫിറ്റ് ചെയ്ത് ED-യൊക്കെ കൊണ്ടുവന്നു ഏതെങ്കിലും തരത്തിൽ BJP-ആയിട്ടൊരു അന്തർധാര ഉണ്ടാക്കി ഒരു താത്വികമായ ഒരു ചർച്ചയൊക്കെ BJP-ആയിട്ട് നടത്തി നമുക്ക് ഇദ്ദേഹത്തെ അകത്തിടാമായിരുന്നില്ലേ അൻവറിനെ? അതും പറ്റിയില്ലല്ലോ. ആഭ്യന്തരം ഇരിക്കുന്നത് നമ്മളെ കയ്യിലല്ലേ, ധനകാര്യം ഇരിക്കുന്നില്ലേ? നമുക്ക് ഈ വിജിലൻസിനെ കൊണ്ടുപോയി ഒരു പരീക്ഷണം നടത്തുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നില്ലേ? അല്ലെങ്കിൽ ഇൻകം ടാക്സിന് ഇറക്കാമായിരുന്നില്ലേ? ഒന്നും നടന്നില്ല. അപ്പോൾ താത്വികമായി പരിശോധിക്കുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു എന്ന് പറയരുത് സഖാവേ, നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. കാരണം അവിടെ വർഗീയ സംഘടനകളെല്ലാം, വർഗീയ വിഷയങ്ങൾ മുഴുവൻ ഒരു വശത്ത് നിന്നിട്ടും നമ്മൾ ജയിച്ചില്ലേ? നമ്മൾ ഇത്രയും വോട്ട് നേടിയില്ലേ? ഇത് നമ്മളുടെ വോട്ടാണ്, ഇത് മൂല്യാധിഷ്ഠിതമായ വോട്ടാണ്. സ്വരാജ് പറയും പോലെ ഇത് തത്വാധിഷ്ഠിത, മൂല്യാധിഷ്ഠിത, വർഗീയതയ്ക്കെതിരെയുള്ള വളരെ ജനാധിപത്യപരമായ സർഗാത്മകതയുടെ വോട്ടല്ലേ? അതാണ് യഥാർത്ഥ വോട്ട്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ജയിച്ചിരിക്കുകയല്ലേ? ഈ ജനാധിപത്യത്തിൽ തീർച്ചയായും നമ്മൾ ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു താത്വിക അവലോകനം നടത്തുമ്പോൾ പാർട്ടി വീണ്ടും വിജയിച്ചിരിക്കുകയാണ്. അൻവറിൻ്റെ വോട്ട് കൂടി നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ സ്വരാജ് ജയിക്കുമായിരുന്നില്ലേ എന്നൊക്കെ ഉള്ള. ഇനി അൻവറിൻ്റെ വോട്ടും നമ്മുടെ ഇയാളുടെ ഭൂരിപക്ഷവും കൂടി കണക്കാക്കുമ്പോൾ അൻവർ അതിനേക്കാൾ വോട്ട് പിടിച്ചില്ലേ ആര്യാടനേക്കാൾ? ഇങ്ങനെ വളരെ താത്വികമായ ഒരുപാട് അന്തർധാരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് വോട്ടിലൂടെ ചെയ്തതുകൊണ്ടാണ് നിലമ്പൂർ അപ്പോഴും വളരെ നിഷ്കളങ്കമായ പത്തരമാറ്റുള്ള
യഥാർത്ഥ മതേതരവാദികളുടെ വോട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് സ്വരാജാണ് ജയിച്ചിരിക്കുന്നത്. സഹാക്കളെ, നമുക്കത് എല്ലാവരോടും ചെന്ന് പറയാം.